ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ക്വറിയെ കുറിച്ചിട്ടാണ്. ക്വറി നമ്മൾക്കറിയുന്നതാണ്. അതേപോലെ എന്താണ് സബ് ക്വറി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സിൻറ്റാക്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ എവിടെയാണ് വരിക, സബ് ക്വറീസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ സബ് ക്വറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ SQL എ സബ് ക്വറി ക്യാൻ ബി സിംപ്ലി ഡിഫൈൻ ആസ് എ ക്വറി വിത്തിൻ അനദർ ക്വറി. അഥവാ ഒരു ക്വറിയുടെ ഉള്ളിൽ വരുന്ന ക്വറീനെയാണ് നമ്മൾ എന്ത് പറയുക, സബ് ക്വറി എന്ന് പറയുന്നത്. ഒരു ക്വറിയുടെ ഉള്ളിൽ മറ്റൊരു ക്വറി എന്ന് വരുന്നത് രീതിയിൽ നമ്മളൊരു സെലക്റ്റിൻ്റെ ക്വറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സെലക്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ രണ്ടാമത് വരുന്ന ഇന്നർ ക്വറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, സബ് ക്വറി ഓഫ് the outer query ആണ്. In other words, we can say that a subquery is a query that is embedded in work clause of another SQL query. മറ്റൊരു രീതിയിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സബ് ക്വറി എന്താണ്, ഒരു ക്വറിയാണ്. ആ ക്വറി എംബഡഡ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് മീൻസ് അത് പ്ലേസ് എവിടെയാണ്, വർക്ക് ക്ലോസിൻ്റെ ഉള്ളിലാണ്. അഥവാ മറ്റൊരു SQL ക്വറിയുടെ വർക്ക് ക്ലോസിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിട്ടുള്ള ഒരു ക്വറിയെ നമുക്ക് എന്ത് വിളിക്കാം, സബ് ക്വറി എന്ന് വിളിക്കാം. എന്താണ് സബ് ക്വറി എന്നുള്ളതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് എന്താ, ഒരു ക്വറിയുടെ ഉള്ളിൽ മറ്റൊരു ക്വറി, ആ ഉള്ളിലുള്ള ക്വറിനെ നമ്മൾ എന്ത് വിളിക്കും, സബ് ക്വറി എന്ന് വിളിക്കും. ഓക്കെ, ദെൻ സബ് ക്വറീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. യു ക്യാൻ പ്ലേസ് ദ സബ് ക്വറി ഇൻ എ നമ്പർ ഓഫ് SQL ക്ലോസസ്. നമുക്ക് കുറേ SQL ക്ലോസസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ് ക്വറീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ക്ലോസിലാണ് സബ് ക്വറീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. വേർ ക്ലോസിൽ നമുക്ക് യൂസ് ചെയ്യാം. വേറിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, സബ് ക്വറീസ് കൊടുക്കാം. അതേപോലെ തന്നെ ഹാവിങ് ക്ലോസിൻ്റെ ഉള്ളിലും നമുക്ക് സബ് ക്വറീസ് കൊടുക്കാം. ഫ്രം ക്ലോസിൻ്റെ ഉള്ളിൽ സബ് ക്വറീസ് കൊടുക്കാം. സബ് ക്വറീസ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് സെലക്ട്. ഇനി ഏതൊക്കെ കമാൻഡിൻ്റെ കൂടെയാണ് നമുക്ക് സബ് ക്വറീസ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. സെലക്ട് കമാൻഡ്, അപ്ഡേറ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ്, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സബ് ക്വറീസ് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പറേറ്ററിൻ്റെ കൂടെ നമുക്ക് അലോങ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, സബ് ക്വറീസ് കൊടുക്കാൻ പറ്റും. ഇറ്റ് കുഡ് ബി ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഓർ കമ്പാരിസൺ ഓപ്പറേറ്റർ സച്ച് ആസ് ആൻഡ് ലൈക്ക് ഓപ്പറേറ്റർ. എന്താണ്, ഇത്രയും കുറേ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇതിൻ്റെയൊക്കെ എന്താണ് യൂസ് ചെയ്ത്, ഈ ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഓപ്പറേറ്റേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ക്വറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, സബ് ക്വറി ഈസ് എ ക്വറി വിത്തിൻ അനദർ ക്വറി നമ്മൾ പറഞ്ഞു. ദ ഔട്ടർ ക്വറി ഈസ് കാൾഡ് എ മെയിൻ ക്വറി. ദ ഇന്നർ ക്വറി ഈസ് കാൾഡ് എ സബ് ക്വറി. ഓക്കെ, രണ്ട് ക്വറീസ് ഉണ്ട്. അതിൽ ഔട്ടർ ക്വറീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ക്വറി, ഇന്നർ ക്വറീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ക്വറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. The subquery generally execute first and its output is used to complete the query condition for the main or outer query. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. എന്താണ്, നമ്മൾ ഏത് ക്വറിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇന്നർ ആയിട്ടുള്ള ക്വറി, ദാറ്റ് മീൻസ് ഏറ്റവും നമ്മൾ സബ് ക്വറി, ഇന്നർ ക്വറി, ദാറ്റ് മീൻസ് സബ് ക്വറിയാണ് ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യുക. ആ എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണ്, നമ്മൾ എവിടെ യൂസ് ചെയ്യും, ഔട്ടർ ക്വറീസിൽ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ദ സബ് ക്വറി ജനറലി എക്സിക്യൂട്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ സബ് ക്വറി മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ പാരാന്തസിസ്. അതും ഇമ്പോർട്ടൻറ്റ്, സിൻറ്റാക്സിൽ വരുന്നൊരു കാര്യമാണ്. സബ് ക്വറീസ് നമ്മൾ ജനറലി എൻക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ്, പാരാന്തസിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത്. സബ് ക്വറീസ് ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ കമ്പാരിസൺ ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡ്സിലാണ് നമ്മൾ സബ് ക്വറീസ് യൂസ് ചെയ്യുന്നത്. സബ് ക്വറീസ് എങ്ങനെ യൂസ് ചെയ്യും, അതെവിടെ യൂസ് ചെയ്യും എന്നുള്ളത് ആണ് ഈ രണ്ട് പോയിന്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഓർഡർ ബൈ കമാൻഡ് കനോട്ട് ബി യൂസ്ഡ് ഇൻ എ സബ് ക്വറി. സബ് ക്വറിയിൽ ഓർഡർ ബൈ കമാൻഡ് യൂസ് ചെയ്യാറില്ല. ഗ്രൂപ്പ് ബൈ കമാൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു പെർഫോം സെയിം ഫംഗ്ഷൻ ആസ് ഓർഡർ ബൈ കമാൻഡ്. പക്ഷേ ഗ്രൂപ്പ് ബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ് ക്വറീസിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് എന്താണ്, ആ ഗ്രൂപ്പ് ബൈ കമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ ബൈയുടെ ആ ഒരു സെയിം സംഭവം എന്തുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, യൂസ് സിംഗിൾ റോ ഓപ്പറേറ്റേഴ്സ് വിത്ത് സിംഗിൾ റോ സബ് ക്വറീസ്. സിംഗിൾ റോ സബ് ക്വറീസിൽ നമുക്ക് സിംഗിൾ റോ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ റോ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം മൾട്ടിപ്പിൾ റോ സബ് ക്വറീസിലാണ് എന്നുള്ളതും എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. ഇത്രയാണ് ഇതിൻ്റെ റൂൾസ്, സബ് ക്വറീസിൻ്റെ റൂൾസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സിൻറ്റാക്സ് ആണ്. സിൻറ്റാക്സ് എങ്ങനെയാണോ എന്നുള്ളത് നോക്കാം. ദർ ഇസ് നോട്ട് എനി ജനറൽ സിൻറ്റാക്സ് ഫോർ സബ് ക്വറീസ്. സബ് ക്വറീസിന് എന്തില്ല, ജനറൽ ആയിട്ടൊരു സിൻറ്റാക്സ് ഇല്ല. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും,
അത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് നിൽക്കുന്നുണ്ടാവുക. സോ ഹൗവർ സബ് ക്വറീസ് ആർ സീൻ ടു ബി യൂസ്ഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി വിത്ത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ സബ് ക്വറീസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. സോ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുക സെലക്റ്റിൻ്റെ കൂടെയാണ്. ഇവിടെ നോക്കുക സിൻടാക്സ് എങ്ങനെയാണ് വരിക. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം കോളം നെയിം എക്സ്പ്രഷൻ ഓപ്പറേറ്റർ, അതിൻ്റെ ഉള്ളിൽ സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം സംതിങ്. സോ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്ത് ഇവിടുത്തെ സബ് ക്വറിയുടെ സിൻടാക്സ് ആണ്. എന്ത് ചെയ്യുന്നു, ഒരു സെലക്ട് തന്നെയാണ് എന്ത് സബ് ക്വറി ആയിട്ട് യൂസ് ചെയ്തത്. ഒരു കോളം നെയിം എടുക്കുന്നു, ഒരു ടേബിളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വേറിൽ പർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ കൊടുക്കുമല്ലോ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോളം നെയിം എടുക്കുന്നു. ആ കോളം നെയിമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഔട്ടർ ക്വറി ആയിട്ടുള്ള എന്താണ് ഔട്ടർ ക്വറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കോളം നെയിമാണ്. സോ ഇന്നർ ക്വറിയിലൂടെ നമുക്ക് കിട്ടുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്ന അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഔട്ടർ ക്വറിയിൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ. To display name, location, phone number of a student from database table whose section is A. അഥവാ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ലൊക്കേഷൻ, ഫോൺ നമ്പറാണ് കിട്ടേണ്ടത്. പക്ഷേ എന്താണ് ആ കുട്ടിയുടെ സെക്ഷൻ എന്താവണം, എ എന്നുള്ളതാവണം. അപ്പം നമുക്ക് എന്താ കൊടുക്കുക, സെലക്ട് നെയിം, ലൊക്കേഷൻ, ഫോൺ നമ്പർ ഫ്രം ഡാറ്റാബേസ് വേർ റോൾ നമ്പർ ഇൻ എന്ത് കൊടുക്കുന്നു, ഇൻ ഓപ്പറേറ്ററാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിന് ശേഷമാണ് അവിടെ സബ് ക്വറി വരുന്നത്. എന്ത് ചെയ്യണം, സെലക്ട് റോൾ നമ്പർ ഫ്രം സ്റ്റുഡൻസ് വേർ സെക്ഷൻ ഈക്വൽ ടു എ. അഥവാ സെക്ഷൻ എയിലുള്ള കുട്ടികളുടെ എന്ത് ചെയ്യണം, റോൾ നമ്പർ എടുക്കണം. ആ റോൾ നമ്പർ എന്നാണ് ആ റോൾ നമ്പർ എന്ത് ചെയ്തു എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു സബ് ക്വറി ഇവിടെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ ഇതാണ് എന്ത് സെലക്റ്റിൻ്റെ കൂടെ എങ്ങനെയാണ് സബ് ക്വറി വരിക എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ സബ് ക്വറി വിത്ത് ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ എങ്ങനെ സബ് ക്വറി കൊടുക്കും. SQL സബ് ക്വറി ക്യാൻ ബി ആൾസോ ബി യൂസ്ഡ് വിത്ത് ദ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ദ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡാറ്റ റിട്ടേൺ ഫ്രം ദ സബ് ക്വറി ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഇൻ ടു അനദർ ടേബിൾ. എന്താണ് പറയുന്നത്, നമ്മൾ ഇൻസേർട്ടിൻ്റെ കൂടെ നമ്മൾ സബ് ക്വറി കൊടുക്കുന്ന സമയത്ത്, ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കൊടുക്കുന്ന സമയത്ത് സബ് ക്വറിയിൽ നിന്നും റിട്ടേൺ ചെയ്യുന്ന എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, മറ്റൊരു ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇൻ ദ സബ് ക്വറി ദ സെലക്റ്റഡ് ഡാറ്റ ക്യാൻ ബി മോഡിഫൈഡ് വിത്ത് എനി ഓഫ് ദ ക്യാരക്ടർ ഡേറ്റ് ഫങ്ഷൻസ്. ഇവിടെ നോക്കൂ, അത് ഒന്ന് പറയുകയാണ്. ദെൻ ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം കോളം 1, കോളം 2 എക്സെട്ര കോളം n. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ എന്ത് വരുന്നത്, ഇൻസേർട്ടിൻ്റെ സിൻടാക്സ് വരുന്നത്. ദെൻ എന്ത് ചെയ്തു കൊടുത്തു, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വാല്യൂ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇൻസേർട്ടിൻ്റെ കൂടെ എന്ത് വന്നു, ഇവിടെ ഒരു സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അഥവാ എന്താണ് ആ പർട്ടിക്കുലർ ടേബിളിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്തു വന്നു. വന്നത് നമ്മൾ മറ്റൊരു ടേബിളിലോട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസേർട്ട് ഇൻ ടു എംപ്ലോയി ബുക്ക്ഡ് സെലക്ട് സ്റ്റാഫ് ഫ്രം എംപ്ലോയി ID ഇൻ സെലക്ട് ID ഫ്രം എംപ്ലോയി. ഇവിടെ നോക്കൂ, സെലക്ട് ID ഫ്രം എംപ്ലോയി, ഓരോ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്നും ID എന്ത് ചെയ്യുന്നു, എല്ലാ IDസും എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ആ IDs ആണ് എന്ത് ചെയ്യുന്നത്, ആ IDസിൽ എന്ത് ചെയ്യുന്നു, വേർ ക്ലോസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. ID ഇവിടെ വന്നിട്ടുള്ള ID എംപ്ലോയി ബുക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ റിട്ടേൺ ചെയ്തിട്ടുള്ള ഈ സെലക്ട് യൂസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തിട്ടുള്ള സംഭവത്തിന് നമ്മൾ എംപ്ലോയി ബുക്ക്ഡിലോട്ട് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ വരുന്നത്. അതേപോലെ തന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ സബ് ക്വറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. The subquery of SQL can be used in conjunction with the update statement. When a subquery is used with the update statement, then there either single or multiple columns in a table can be updated. എന്താണ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ നമ്മൾ സബ് ക്വറീസ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിളോ അല്ലെങ്കിൽ മൾട്ടിപ്പിളോ ആയിട്ടുള്ള കോളംസിനെ അപ്ഡേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്കറിയാം അപ്ഡേറ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. സെറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ടേബിൾ
സെറ്റ് കോളം നെയിം ഈക്വൽ ടു ന്യൂ വാല്യൂ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ വേർഡിൻ്റെ ഉള്ളിൽ ഇതാ വരുന്നു വാല്യൂ ഓപ്പറേറ്റർ, വീണ്ടും അതാണ് സബ് ക്വറി വരുന്നു സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വേർഡ് കണ്ടീഷൻ. അഥവാ നമ്മൾ സം കോളം നെയിം എവിടെ നിന്ന് എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ ടേബിളിൽ നിന്ന് സം കോളം നെയിം എടുക്കുന്നു. ആ കോളം നെയിമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോളം നെയിം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഒരു ടേബിളിൻ്റെ കോളം, ഒരു പർട്ടിക്കുലർ കോളം നെയിം സെറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ എന്ത് അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ, അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് സാലറി ഈക്വൽ ടു സാലറി ഇൻറ്റു 0.25 വേർ ഏജ് ഇൻ സെലക്ട് ഏജ് ഫ്രം കസ്റ്റമർ ബുക്ക്ഡ് വേർ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 29. അഥവാ ഏജ് എന്താണ് 29-നെക്കാട്ടിലും 29-29-നെക്കാട്ടിലും മുകളിലോ ഉള്ള കസ്റ്റമർ ടേബിളിൽ നിന്ന്, കസ്റ്റമർ ബുക്ക്ഡ് ആയിട്ടുള്ള ടേബിളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഏജ് 29-29-നെക്കാട്ടിലും കൂടുതലോ ഉള്ള എന്ത് ചെയ്യുന്നു ഏജിനെ സെലക്ട് ചെയ്തിട്ട് ആ ഏജിൽ സാലറി എന്താക്കുന്നു, ആ ഏജിലുള്ള ആളുകളുടെ സാലറി എന്താക്കുന്നു, സാലറി ഇൻറ്റു 0.25. ഇപ്പോൾ ഉള്ള സാലറി എന്ത് ചെയ്യുന്നു 0.25 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ എന്ത് ചെയ്തു, അപ്ഡേറ്റിൻ്റെ കൂടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു എന്താണ് സബ് ക്വറീസ് ഇവിടെ യൂസ് ചെയ്തു. സോ ഇനി നമുക്ക് ഡിലീറ്റിൻ്റെ കൂടെ എങ്ങനെയാണ് സബ് ക്വറീസ് എന്നുള്ളത് നോക്കാം. ദ സബ് ക്വറീസ് ഓഫ് SQL ക്യാൻ ബി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ലൈക്ക് എനി അതർ സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻഡ്. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഡിലീറ്റിൻ്റെ കൂടെയും നമ്മൾ സബ് ക്വറീസ് യൂസ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ സിൻറ്റാക്സ് ആണ് വരുന്നത്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം വോ വാല്യൂ ഓപ്പറേറ്റർ സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വോ കണ്ടീഷൻ. അഥവാ ഒരു ഇന്നർ സെലക്ട് എന്തുണ്ട് സബ് ക്വറി ഉണ്ട്. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നു കോളം നെയിം സെലക്ട് ചെയ്യുന്നത്. ആ കോളം നെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ടേബിൾ അല്ലേ, ആ ടേബിളിൽ ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ ഏജ് ഇൻ സെലക്ട് ഏജ് ഫ്രം എംപ്ലോയി ബുക്ക്ഡ് വേർ ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 29. നമ്മൾ അപ്ഡേറ്റിൽ യൂസ് ചെയ്ത അതേ സമയം തന്നെ ഏജ് 29-29-നെക്കാട്ടിലും കൂടുതലോ ഉള്ള എംപ്ലോയി ബുക്ക്ഡ് പറഞ്ഞിട്ടുള്ള ടേബിളിൽ ഏജ് അത്രയും കൂടുതലുള്ള ആളുടെ ഏജ് സെലക്ട് ചെയ്യും. ആ ഏജ് എന്ത് ചെയ്യും, എംപ്ലോയി ടേബിളിൽ നിന്നും എന്ത് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് സബ് ക്വറീസ് സെലക്റ്റിൻ്റെ കൂടെ, ഇൻസേർട്ടിൻ്റെ കൂടെ, അപ്ഡേറ്റിൻ്റെ കൂടെ, ഡിലീറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ സിൻറ്റാക്സും അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്.